പക്ഷെ അദ്ദേഹം ഒരു സത്യം അതിൻ്റെ ഇടയിൽ പറഞ്ഞു. 98 സീറ്റ് UDF കിട്ടിയ അദ്ദേഹം രാജിവെക്കുന്നു. അപ്പോൾ 97 വരെ അദ്ദേഹത്തിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തെ പോലെ പരിണതപ്രജ്ഞനായ ഒരു സമുദായ നേതാവ്, നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയമൊക്കെ നന്നായി നിരീക്ഷിക്കുന്ന ഒരാൾ UDF ഒരു 97 സീറ്റ് വരെ കിട്ടുമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഒരു 4-5 സീറ്റുകളിൽ ഒരു 100 കവിഞ്ഞു പോകാനുള്ള കാര്യം അത് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് അത് 100-ലധികം സീറ്റാണ്. ഞാൻ അദ്ദേഹത്തുമായിട്ട് വെല്ലുവിളിയോ ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. UDF നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ചു. ഉറപ്പായി പോകും. UDF നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. പിന്നെ എന്നെ കാണില്ല. അത് ഞാൻ സമ്മതിക്കും. അത് ഞാൻ സ്വീകരിക്കും. UDF തകർപ്പൻ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസം സ്വീകരിക്കും. നിങ്ങളെന്നെ എന്നെ കാണില്ല. അത് ഞാൻ അംഗീകരിക്കും. രാഷ്ട്രീയ വനവാസത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് എനിക്ക് പറയാം. ഞാൻ അദ്ദേഹത്തിനെതിരായി ഒരു മോശമായിട്ടുള്ളൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഞാൻ ശ്രീനാരായണീയനാണ്, ശ്രീനാരായണ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ്, അത് പ്രചരിപ്പിക്കാൻ വേണ്ടി കൂടി ശ്രമിക്കുന്ന ഒരാളാണ്. അത് എന്നും അങ്ങനെ ഇരിക്കും. പക്ഷെ നാട്ടിലാരെങ്കിലും വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ തുടങ്ങാൻ ആര് ശ്രമിച്ചാലും അതിനെ UDF നേരിടും. ഞങ്ങൾ മാറിയേക്കില്ല. CPM പോലത്തെ പ്രസ്താവനയൊന്നും അല്ല ഞങ്ങൾ ഇറക്കുന്നത്. CPM ഒരു പ്രസ്താവന ഇറക്കിയല്ല. ആർക്കെതിരെയെന്ന് അവർക്ക് എഴുതിയവർക്ക് പോലും അറിയില്ല പ്രസ്താവന. അതല്ല, ആര് പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത കേരളത്തിൽ പറഞ്ഞാലും ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും UDF അതിനെ എതിർക്കും, ശക്തിയായിട്ട് എതിർക്കും. അത് ടീം UDF തീരുമാനമാണ്. ഞങ്ങൾ അതിനെ എതിർക്കും. ഞങ്ങൾ വർഗീയത പറഞ്ഞല്ല വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ കേരളത്തെ രക്ഷിക്കും. ഈ തകർച്ചയിൽ നിന്ന് ഞങ്ങൾ കേരളത്തെ രക്ഷിക്കും. ഞങ്ങൾക്കതിന് പദ്ധതികളും പരിപാടികളും അത് ഞങ്ങൾ സമയത്ത് പ്രഖ്യാപിച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നല്ല ഭൂരിപക്ഷം നേടി അധികാരത്തിന് വേണ്ടി. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്തിനാണ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനെ മാത്രമേ നമ്മൾ എതിർക്കുള്ളൂ. അല്ലാതെ വ്യക്തികളായിട്ട് നമുക്കെന്താ പ്രശ്നം? നമ്മൾ സമുദായങ്ങളായിട്ട് ഏതെങ്കിലും പ്രശ്നമുള്ളൂ? ഏതെങ്കിലും സമുദായമായിട്ട് നമുക്ക് ഒരു വിഷയമില്ലല്ലോ. എല്ലാ സമുദായങ്ങളുമായിട്ടും ഞങ്ങൾക്ക് നല്ല സൗഹാർദ്ദവും നല്ല ബന്ധവും നല്ല സ്നേഹമാണ്. എല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിലാണ് ഞങ്ങൾ പോകുന്നത്. മറുപടി പറഞ്ഞല്ലോ, പറയാനുള്ള മറുപടി പറഞ്ഞു. പിന്നെ എന്നെക്കുറിച്ച് ഉപയോഗിച്ച ഭാഷ, ആ ഭാഷയിൽ ഞാനെങ്ങനെ മറുപടി പറയണത്?